പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിലെ വലിയ നോമ്പിലെ 5-ാമത്തെ ശനിയാഴ്ചയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവം ഈ തിരുവചനങ്ങൾ ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. ഇന്ന് ഈശോയുടെ താബോർ മലയിലെ രൂപാന്തരീകരണം നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. ഏറെ പരിചിതമായ ഈ തിരുവചനത്തെ കുറിച്ച് നമുക്കൊരു കാര്യം ഇന്ന് ചിന്തിക്കാം. ഈശോയുടെ രൂപാന്തരീകരണത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നെങ്കിലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ എടുത്തു കാണാം. ഒന്ന്, ഈശോയുടെ മുഖത്തിനും വസ്ത്രത്തിനും വരുന്ന മാറ്റം. മുഖം തിളങ്ങി, വസ്ത്രം പ്രകാശം പോലെ ധവളമായി എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈശോയോട് 2 പേർ സംസാരിക്കാൻ വരുന്നു, മോശയും ഏലിയായും. 2 വ്യത്യസ്ത കാലങ്ങളിലുള്ളവർ, 2 അകലങ്ങളിലുള്ളവർ, കാലം കൊണ്ട് അകലത്തിലുള്ള 2 പേർ ഈശോയോട് അടുത്തു വന്ന് സംസാരിക്കുന്നു. മൂന്നാമത്തേത്, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു. ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്യുന്നു. അപ്പോൾ ആ മേഘത്തിനുള്ളിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ദൈവപിതാവിന്റെ സ്വരം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോമ്പുകാലത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കരുതുന്നു. ഒന്ന്, ഈശോയ്ക്ക് വ്യക്തിപരമായി വന്ന മാറ്റം പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ വരേണ്ട മാറ്റം. നമ്മുടെ മുഖത്ത് നന്മയുടെ പ്രകാശം പരക്കണം. നമ്മുടെ വസ്ത്രം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വെണ്മയും വിശുദ്ധിയും ഉള്ളതായി മാറണം. വ്യക്തിപരമായ വൃത്തിയെക്കുറിച്ചും വ്യക്തിപരമായ ശോഭയുണ്ടാവേണ്ടതിനെ കുറിച്ചുമൊക്കെ നമ്മുടെ വ്യക്തിപരമായ മാറ്റത്തെക്കുറിച്ചോ ഈ 1-ാമത്തെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, മോശയും ഏലിയായും 2 വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സമയ അകലങ്ങളിലുള്ളവർ ഈശോയോട് സംസാരിക്കുന്നു. നമുക്ക് ഒരുപക്ഷെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മളിൽ നിന്ന് അകന്നുപോയ ആളുകൾ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം അകൽച്ചയിലായിരുന്നു എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് അവരോട് പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാവണം, അല്ലെങ്കിൽ ആ ഹൃദയത്തിന്റെ അനുരഞ്ജനം നടക്കുന്ന സമയമാവണം ഈ നോമ്പുകാലം. മോശയും ഏലിയായും ഈശോയോട് സംസാരിച്ചതുപോലെ, ചുറ്റുമുള്ളവർ ഈശോയോട് സംസാരിച്ചതുപോലെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവരോട് സംസാരിക്കാൻ പറ്റണം. മൂന്നാമത്തേത്, സ്വർഗത്തിൽ നിന്ന് ദൈവപിതാവിന്റെ സ്വരം കേൾക്കുന്നു. നമുക്ക് ഈ നാളുകളിൽ ഏറ്റവും കൂടുതലായി ദൈവപിതാവിന്റെ സ്വരം കേൾക്കേണ്ട, ഈശോയുടെ വാക്കുകൾ ശ്രവിക്കേണ്ട, തിരുവചനം വായിച്ച് ധ്യാനിക്കേണ്ട സമയമാണിത്. തിരുവചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആ മേഘത്തിൽ നിന്ന് വലിയ ഒരു സ്വരമുണ്ടായി, ശിഷ്യന്മാർ ഭയന്ന് വീഴുന്നു. പക്ഷെ മേഘം മാറിയപ്പോൾ ഈശോ അവരോട് പറയുന്നു, ഭയപ്പെടേണ്ട, എഴുന്നേൽക്കുവിൻ. അപ്പോൾ തിരുവചനം പറയുന്നു, അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഈശോയെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ബാക്കിയെല്ലാം അവരുടെ മുമ്പിൽ നിന്നപ്പോൾ അപ്രത്യക്ഷമായിരുന്നു. അവര് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഈശോയെ മാത്രം കണ്ടു. നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യത്തിൽ കാണുന്നതെല്ലാം ഈശോ ആയിരിക്കട്ടെ. നമ്മൾ ചുറ്റും കാണുന്ന സഹോദരങ്ങളെല്ലാം ഈശോയുടെ മുഖങ്ങളായിരിക്കട്ടെ. ഈശോയുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും നമുക്ക് മറ്റുള്ളവരിൽ കാണാൻ കഴിയട്ടെ. നമ്മളും കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ, നമ്മളും നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് ചുറ്റും നോക്കുമ്പോൾ ഈശോയെ മാത്രം, ഈശോയ്ക്ക് ചേർന്ന രീതിയിൽ മാത്രം എല്ലാം കാണാൻ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ചുറ്റുപാടും ഈശോയെ മാത്രം കാണാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ കാണുക എന്നാൽ നന്മ കാണുക, നല്ലത് കാണുക, സ്നേഹത്തോടെ കാണുക, കരുണയോടെ കാണുക, വാത്സല്യത്തോടെ കാണുക, പരിഗണനയോടെ കാണുക, ഔദാര്യത്തോടെ കാണുക, സഹായിക്കാനുള്ള മനസ്സോടെ കാണുക എന്നെല്ലാമാണല്ലോ അർത്ഥം. കർത്താവെ, ഞങ്ങൾ ചുറ്റും നോക്കുന്നിടത്തെല്ലാം ഈശോയെ മാത്രം കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.